കരുണാപുരത്തപ്പൻ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം നമ്മുടെ ഹൈറേഞ്ചിൽ ഒരേയൊരു ക്ഷേത്രമാണ് ഹനുമാൻ സ്വാമിയുടെ. വളരെ അനുഗ്രഹകലയോടുകൂടി നിന്നുകൊണ്ട് ഭക്തജനങ്ങളുടെ ആഭീഷ്ട വരദായകനായ ഹനുമാൻ സ്വാമിയോടൊപ്പം ഇവിടെ ദക്ഷിണാമൂർത്തിയും സാന്നിധ്യമുണ്ട്, മഹാഗണപതിയുണ്ട്. അതുപോലെ തന്നെ ഭഗവതി കാളി സ്വരൂപത്തിൽ മഹാകാളിയായിട്ട് പരിലസിക്കുകയാണ്. ഇവിടെ ഹൈറേഞ്ചിലെ ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അനുഗ്രഹകലയായിട്ടാണ് ഭഗവാൻ വാണരുളുന്നത്. ഇവിടെ ഏപ്രിൽ മാസത്തിൽ വരുന്ന ഹനുമാൻ ജയന്തി, ചിത്രപൗർണമി ദിവസം വരുന്ന ഹനുമാൻ ജയന്തി ദിവസമാണ് ഭഗവാന്റെ ഉത്സവം കൊണ്ടാടുന്നത്. വളരെ വിശേഷപ്പെട്ട ഉത്സവാചാരങ്ങളോടുകൂടി തന്നെയാണ് ക്ഷേത്രാടിയന്തരങ്ങൾ ഇവിടെ ആചരിച്ചു വരുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ ഹനുമാൻ ജയന്തി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ ഒരു യാഗം തന്നെ നടത്തപ്പെട്ടു. ആ യാഗത്തിൽ വളരെ അധികം ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായി. ആ ജനങ്ങൾക്കൊക്കെ തന്നെയും അനുഗ്രഹങ്ങൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ ഇവിടെ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെയധികം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഹനുമാൻ സ്വാമി, ശ്രീരാമഭക്തനായിട്ട് ഇരിക്കുന്നതാകുന്ന ഭാവത്തിൽ തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന ആ ഹനുമാന്റെ അനുഗ്രഹം ഈ പ്രദേശവാസികൾക്കെന്നല്ല, നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ഒട്ടനവധി ഭക്തജനങ്ങൾ നിത്യവും വന്ന് തൊഴുതു പോകാറുള്ള ഒരു പുണ്യസങ്കേതമാണിത്. ഇവിടെ അതിവിശേഷമായിട്ട് ഭഗവാന് നടത്തുന്ന വഴിപാടുകളൊക്കെ എന്ന് പറഞ്ഞാൽ വെറ്റിലമാല, അതുപോലെ തന്നെ വെണ്ണ നിവേദ്യം, കദളിപ്പഴം, അവൽ നിവേദ്യം, ഇവളൊക്കെയാണ്. പിന്നെ ഭഗവാനോട് വീട്ടിലിരുന്ന് ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ വളരെയധികം ഫലവും കിട്ടി വരുന്നുണ്ട്. എല്ലാവരും സർവ ദുഃഖ നിവാരകനായിട്ടിരിക്കുന്ന ഈ ആഞ്ജനേയൻ്റെ തിരുമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വീട്ടിൽ ഓരോ ദിവസവും പുതിയ വെറ്റിലയിൽ പുതിയ നാണയങ്ങൾ വെച്ച് ഇഷ്ട കാര്യങ്ങളെ അപേക്ഷിച്ച് 90 ദിവസം കഴിഞ്ഞ് ആ 90 നാണയങ്ങൾ മഞ്ഞപ്പട്ടിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിച്ചാൽ ഭഗവാന്റെ ഇഷ്ടകാര്യങ്ങൾ, ഭഗവാന്റെ ഇഷ്ട വഴിപാടായിട്ടുള്ള ഈ പ്രാർത്ഥനാ മന്ത്രങ്ങളും ഈ നാണയത്തുട്ടുകളും ഭഗവാന്റെ തൃപ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഫലങ്ങൾ ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ്. സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യമുണ്ടായ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാലാഭം, വിദേശത്ത് പോകുന്നവർക്ക് ഏറ്റവും അധികം ഗുണപ്രദായകനായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വിവാഹാദി കാര്യങ്ങൾ, ധന ദൗർലഭ്യം, അതായത് ഋണബാധ്യതകൾ, കടബാധ്യതകൾ, ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഭഗവാൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവസ്ഥർ ഒട്ടനവധിയുണ്ട്. അപ്പോൾ അങ്ങനേതായിട്ടുള്ള ഈ ആഞ്ജനേയ സ്വാമി നമ്മുടെ ഹൈറേഞ്ചിൽ, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ എന്ന് തന്നെ പറയാം, വളരെ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണങ്ങളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. ക്ഷേത്രം പുനർനിർമ്മിച്ച് വളരെ നല്ല തരത്തിൽ തന്നെ നമ്മുടെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തെക്കോട്ട് ദർശനമായിട്ട് ദക്ഷിണാമൂർത്തിയും, കിഴക്കോട്ട് ഗർഭഗൃഹത്തിൽ ആഞ്ജനേയരും, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പടിഞ്ഞാട്ട് ദർശനമായിട്ട് മഹാവിഷ്ണുവും ഇവിടെ വിരചിക്കുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ ക്ഷേത്ര നിർമ്മാണ പദ്ധതികളൊക്കെ ആരംഭിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു.